Find dy by dx if y equal to ax plus b by cx plus d. അപ്പോൾ ax plus b ആണ് f of x, cx plus d ആണ് g of x. f of x by g of x എന്ന റൂൾ ആദ്യം എഴുതും. dy by dx of f of x by g of x, that is equal to g of x into f dash x minus f of x into g dash x divided by g of x square. g of x into f dash x minus f of x into g dash x by g of x whole square. ഇവിടെ dy by dx of ax plus b by cx plus b, d by dx of ax plus b divided by cx plus d equal to denominator cx plus d into derivative of ax plus b, d by dx of ax plus b minus ax plus b into d by dx of cx plus d whole divided by cx plus d whole square. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതും, ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. എ എക്സ് പ്ലസ് ബിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ബി. ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ബി. ബിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1, എ ഇൻറ്റു 1 എ എന്ന് കിട്ടും. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എ എന്ന് കിട്ടും. അതേപോലെ ഈ ഡെറിവേറ്റീവ് എന്താണ്? സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഡി. ഡെറിവേറ്റീവ് ഓഫ് ഡി 0, സി ഇൻറ്റു 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത്. സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി ദാറ്റ് ഈസ് എ ഇൻറ്റു 1 പ്ലസ് 0 എന്ന് എഴുതിയാൽ മതി. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ബി 0 മൈനസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു സി എക്സ് പ്ലസ് ഡി ദാറ്റ് ഈസ് സി ഇൻറ്റു 1 പ്ലസ് 0, സി ഇൻറ്റു 1 പ്ലസ് 0 ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി ഇൻറ്റു 1, sorry not 1, a into 1 a plus 0 a minus ax plus b into c divided by cx plus d whole square, cx plus d whole square. ഇനി എ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ മൾട്ടിപ്ലൈ എന്താ എസ് സി എക്സ് മൈനസ് ബി സി എന്നാണ് മൈനസ് പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു സി മൈനസ് ബി സി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ. എ സി എക്സ് സെയിം ടേം, ഇപ്പോൾ പ്ലസ് മൈനസ് ആയതുകൊണ്ട് 0 ആയി. ബാക്കി എ ഡി മൈനസ് ബി സി, എ ഡി മൈനസ് ബി സി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ആൻസർ. എ ഡി മൈനസ് ബി സി ബൈ സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ. ക്വോഷ്യന്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ആദ്യം എഴുതുക. Here numerator is x2 minus 1, denominator is x plus 2. Using that rule, you can write dy by dx equal to x plus 2 into derivative of x cube minus 1
minus x cube minus 1 into derivative of x plus 2 divided by x plus 2 whole square. Plus 2 into derivative of x cube minus 1 minus x cube minus 1 into derivative of x plus 2 divided by square of the denominator. Denominator എന്ന് പറയുന്നത് x plus 2 ആണ്. x plus 2 ന്റെ സ്ക്വയർ. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. x cube minus 1 ന്റെ ഡെറിവേറ്റീവ് x cube ഡെറിവേറ്റീവ് 3x square nx raised to n minus 1. അപ്പോൾ 3x square 3x raised to 3 minus 1 3x square 1 constant 0. അപ്പോൾ ഇത് 3x square ആവും. ഇനി ഡെറിവേറ്റീവ് ഓഫ് x plus 2 ഡെറിവേറ്റീവ് ഓഫ് x plus ഡെറിവേറ്റീവ് ഓഫ് 2 ഡെറിവേറ്റീവ് ഓഫ് x 1 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. അപ്പോൾ ഇത് 1 എന്നായിട്ട് മാറും ഡിവൈഡഡ് ബൈ x plus 2 whole square. That is equal to x plus 2 into derivative of x cube, that is 3x square minus 0. And x raised to n minus 1 എന്ന ഫോർമുല വെച്ചിട്ട് x ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് 3x raised to 3 minus 1, that is 3x square minus x cube minus 1 into derivative of x plus 2, that is 1 plus 0 divided by x plus 2 whole square. That is equal to x plus 2 into 3x square minus x cube minus 1 into 1 divided by ന്യൂമറേറ്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതേപോലെ എഴുതിയാൽ മതി x plus 2 whole square. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. x cube minus 1 into 1 എന്ന് പറയുന്നത് x cube minus 1 തന്നെ. 3x square into x 3x cube 3x square, that is 6x square minus x cube പിന്നെ മൈനസ് 1 ആണ് പ്ലസ് 1 ആണ് ഡിവൈഡഡ് ബൈ x plus 2 whole square. 3x cube plus 6x square minus x cube plus നമുക്ക് ഈ 3x cube minus x cube സബ്ട്രാക്ട് ചെയ്യാം, ദാറ്റ് ഈസ് 2x cube എന്നായിട്ട് കിട്ടും. 3x cube എന്ന് x cube കുറച്ചാൽ 2x cube. We get 2x cube plus 6x square plus 1 divided by denominator term അതേപോലെ എഴുതും, ദാറ്റ് ഈസ് x plus 2 whole square 2x cube plus 6x square plus 1 divided by x plus 2 whole square. അപ്പോൾ അതാണ് ഇതിന്റെ ആൻസർ കിട്ടും. If xy equal to c square, prove that x square dy by dx plus c square equal to 0. If xy equal to c square, prove that x square dy by dx plus c square equal to 0. xy equal to c square ആണെങ്കിൽ ഈ റിസൾട്ട് തെളിയിക്കണം. ഈ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. xy is equal to c square ആണ് അവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ റിലേഷൻ. ഫംഗ്ഷൻ അല്ല, അതൊരു റിലേഷൻ ആയിട്ടാണ് തന്നത്. അപ്പൊ അത് ഉപയോഗിച്ച് അതിൽ നിന്ന് dy by dx കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ മെത്തേഡ്. dy by dx ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഈ റിലേഷനിൽ dy by dx ഉണ്ട്. അപ്പോൾ dy by dx ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് dy by dx ഫ്രം ദിസ് റിലേഷൻ. ആ റിലേഷനിൽ നിന്ന് എങ്ങനെ dy by dx കണ്ടുപിടിക്കാം? To find derivative of xy equal to derivative of c square. So derivative of xy d by dx of ആ റിലേഷനിൽ രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ d by dx of xy equal to d by dx of c square എന്നിട്ട് രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് എടുക്കുക.
ഇത് സി സ്ക്വയർ, സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, തന്നിട്ടില്ല, അത് കോൺസ്റ്റന്റ് ആണ്. സി സ്ക്വയർ, ഡെറിവേറ്റീവ് ഓഫ് സി സ്ക്വയർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, ഈ സൈഡ് സീറോ ആണ്. ഡെറിവേറ്റീവ് ഓഫ് സി സ്ക്വയർ സിൻസ് സി ഇസ് എ കോൺസ്റ്റന്റ്, ഏത് കോൺസ്റ്റന്റ് ആണെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. ദെൻ ലെറ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. അവിടെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ്, പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ്. എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, വൈ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ പ്രോഡക്റ്റ് വന്നാലും പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബി യു വി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ എഴുതണം. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ ആ റൂൾ ഉപയോഗിച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാൻ പറ്റും. എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് വൈ. ഡെറിവേറ്റീവ് വൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡെറിവേറ്റീവ് വൈ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y into derivative of x, that is 1. x into derivative 1 ആണ്. So we get x dy by dx plus y into 1 equal to 0. That is x dy by dx plus y equal to 0. x dy by dx plus y equal to 0 എന്നൊരു റിലേഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. എത്ര എഴുതുക? x equal to c square, prove that x square dy by dx plus c square equal to 0. ഇവിടെ വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് both side with respect to x. Differentiating both sides with respect to x. രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് എടുക്കുക. with respect to x ഡെറിവേറ്റീവ് എഴുതുക. That is d by dx of x equal to d by dx of c square. Then use the product rule. Also d by dx of c equal to 0. c square equal to 0. c is a constant. അതിൽ നിന്ന് x dy by dx plus y equal to 0 എന്നൊരു റിലേഷൻ ആണ് നമുക്ക് കിട്ടുക. x dy by dx plus y equal to 0 അങ്ങനെ ഒരു റിലേഷൻ ആണ് കിട്ടുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് തെളിയിക്കേണ്ടത്. എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ എല്ലാ ടേമിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പൊ മൾട്ടിപ്ലൈങ് ബൈ എക്സ് റിലേഷൻ വേണമെങ്കിൽ 1 എന്ന് എടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് റിലേഷൻ 1. മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ് ഓഫ് ദ റിലേഷൻ 1 ബൈ എക്സ്. അതായത് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതുകൊണ്ടാണ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ല. ആ ആൻസർ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ഡി വൈ ബൈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ആയുള്ളത് നമുക്ക് തെളിയിക്കേണ്ടത് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ആണ്. എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ആണ്. അതുകൊണ്ട് ഈ ടൈമിന് അതായത് എക്സിനെ എക്സ് സ്ക്വയർ ആക്കാൻ വേണ്ടി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. multiplying 1 by x, 1 in x കൊണ്ട് multiply ചെയ്യുന്നു. So we get x square dy by dx plus
y into x, xy equal to 0 into x എന്ന് പറഞ്ഞാൽ 0 തന്നെ. x square divided by dx plus xy equal to 0 കിട്ടും. എല്ലാ ടേമിനെയും x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി xy എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന റിലേഷൻ അതാണ്. ഗിവൺ xy is equal to c സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ xyക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? സി സ്ക്വയർ എന്ന് എഴുതാം. സി സ്ക്വയർ x സ്ക്വയർ divided by dx plus c square equal to 0. അതാണ് തെളിയിക്കേണ്ടത് നമുക്ക്. x square divided by dx plus c square equal to 0. Since xy equal to c square, that is given. അത് തന്നിട്ടുള്ളതാണ്. ഈ xyക്ക് വരും ഇവിടെ c square എന്ന് എഴുതിയാൽ you get the required relation. Equal to x raised to 100 by 100 plus x raised to 99 by 99 plus etc. Two x by 2 plus 1. Sorry, 2x plus 2. Another derivative. X square by 2 plus x plus 1. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. x raised to 100 by 100, x raised to 99 by 99 plus etc. x square by 2 plus x plus 1. ഇതാണ് ഫംഗ്ഷൻ. പ്രൂവ് ദാറ്റ്, അതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് എഫ് ഡാഷ് 1 ഈക്വൽ ടു 100 ഇൻറ്റു എഫ് ഡാഷ് 0. എഫ് ഡാഷ് 1 ഈക്വൽ ടു 100 ഇൻറ്റു എഫ് ഡാഷ് 0 എന്നാണ് തെളിയിക്കേണ്ടത്. ഓ എഫ് ഡാഷ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എഫ് ഡാഷ് എക്സ്. എന്നിട്ട് ഈ റിലേഷൻ പ്രൂവ് ചെയ്യണം. എഫ് ഡാഷ് 1 എക്സിന് 1 ഒന്ന് കൊടുക്കുക. എഫ് ഡാഷ് കണ്ടിട്ട് എഫ് ഡാഷ് എക്സ് കണ്ടിട്ട് എക്സിന് 1 കൊടുത്താൽ എഫ് ഡാഷ് 1 കിട്ടും. എഫ് ഡാഷ് എക്സിൽ എക്സിന് 0 കൊടുത്താൽ എഫ് ഡാഷ് 0 കിട്ടും. എഫ് ഡാഷ് 1ഉം 100 ഇൻറ്റു എഫ് ഡാഷ് 0 ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന റിലേഷൻ ഇതാണ്. അതിന്റെ ഡെറിവേറ്റീവ് എഴുതുക. എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ്. ഇതെല്ലാം എക്സ് റേസ് എന്നിന്റെ ഫോമുല ഉപയോഗിച്ചാൽ നമുക്ക് ഡെറിവേറ്റീവ് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എക്സ് റേസ് 100ന്റെ ഡെറിവേറ്റീവ് എന്താ? 100 എക്സ് റേസ് 100 മൈനസ് 1 ബൈ 100. ഇത് 1 ബൈ 100 ഇൻറ്റു എക്സ് റേസ് 100 ആണ് ശരിക്കും. എക്സ് റേസ് 100 എന്ന് പറഞ്ഞാൽ ബൈ 100 എന്ന് പറഞ്ഞാലേ 1 ബൈ 100 ഇൻറ്റു എക്സ് റേഷ്യോ ഉണ്ടാകും. അപ്പോൾ 1 ബൈ 100 എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ക്വോഷ്യന്റ് റൂൾ ഒന്നും ഉപയോഗിക്കണ്ടേ? ഇവിടെ ക്വോഷ്യന്റ് റൂൾ ഒന്നും അല്ല, ഇവിടെ ഡയറക്റ്റ് എഴുതാം നമുക്ക്. ഇത് ഫംഗ്ഷൻ ആണെങ്കിൽ, രണ്ടും ഫംഗ്ഷൻ ആണെങ്കിലേ ക്വോഷ്യന്റ് റൂൾ ഉപയോഗിക്കുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സിന്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താ ക്വോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ട ആവശ്യം. ഇവിടെ എക്സ് റേഷ്യോ 100 എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് റേഷ്യോ 100 ബൈ 100 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 ബൈ 100 ഇൻറ്റു എക്സ് റേഷ്യോ 100 ആണ്. 1 ബൈ 100 ഇൻറ്റു എക്സ് റേഷ്യോ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ 100 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ബാധകമല്ല. എക്സ് റേഷ്യോ 100ന്റെ ഡെറിവേറ്റീവ് എക്സ് റേഷ്യോ 100 ഇൻറ്റു എക്സ് റേഷ്യോ 100 മൈനസ് 1, ദാറ്റ് ഈസ് എക്സ് റേഷ്യോ 99 എന്ന് കിട്ടും. 100 മൈനസ് 1 എക്സ് റേഷ്യോ 99 ആണ്. അപ്പൊ അവിടെ ക്വോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 1 ബൈ 100 അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. അപ്പോൾ 100 ഇൻറ്റു എക്സ് റേഷ്യോ 100 മൈനസ് 1 ഡിവൈഡഡ് ബൈ 100 പ്ലസ്, അപ്പൊ ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് അങ്ങനെയാണ് 100 ഇൻറ്റു എക്സ് റേഷ്യോ 100 മൈനസ് 1 ബൈ 100. എല്ലാം നമുക്ക് ടേം വരും, എല്ലാം നമുക്ക് അവിടെ ക്യാൻസൽ ആയി പോകും. അടുത്തത് 99 എക്സ് റേഷ്യോ 99 മൈനസ് 1 ബൈ 99. അവിടെ n എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ 99 എക്സ് റേഷ്യോ 99 മൈനസ്. അതേപോലെ ലാസ്റ്റ് 3 ടേംസ് ഉണ്ട് അവിടെ.
എക്സ് സ്ക്വയർ ബൈ ടു, എക്സ് സ്ക്വയറിൻ്റെത് 2x ആണ്, അപ്പോൾ 2x ബൈ ടു, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ബൈ ടു പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ലാസ്റ്റ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റൻ്റ് ആണ് 0. അവിടെ ലാസ്റ്റ് ടേം 0 ആയിട്ട് പോകും, ലാസ്റ്റ് ടേം 0 ആയിട്ട് മാറും, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1 ഈസ് എ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ സെയിം ടേം എല്ലാം നമുക്ക് ഇവിടെ ഒഴിവാക്കാം. അപ്പോൾ ദാറ്റ് ഈസ് x raised to 100 minus 1, x raised to 99 plus x raised to 98, x raised to 97 plus etc. x plus 1. അങ്ങനെയാണ് കിട്ടുക, ഡെറിവേറ്റീവ് കിട്ടുക ഇങ്ങനെയാണ്, x raised to 99, x raised to 99 etc. ലാസ്റ്റ് x plus 1 ആണ് കിട്ടുക. ഇതാണ് നമ്മുടെ f dash x, ഇതാണ് f dash x. ഈ f dash x-ലാണ് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സിന് 1 എന്ന് കൊടുക്കുക, എഫ് ഡാഷ് 1 കിട്ടും, പിന്നെ എക്സിന് 0 എന്ന് കൊടുക്കുക. അതിൻ്റെ LHS ടേം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. LHS സബ്സ്റ്റിറ്റ്യൂട്ട് x ഈക്വൽ ടു 1, എഫ് ഡാഷ് 1 എന്ത് കിട്ടും? 1 raised to 99, 1 raised to 98 plus etc. plus 1 plus 1, 1 plus 1 plus 1 plus etc. 1 plus 1. ഇപ്പം എത്ര ടേംസ് ഉണ്ടാവും? ഇത് 1 എത്ര 1 ഉണ്ടാവും? 100 1 ഉണ്ടാവും അല്ലേ? ഇത് 99, ഇതുവരെ 99 1 ആണ്, പ്ലസ് ദിസ് 1 അല്ല, ഇതുവരെ 99 ആണ്, 99 1 ആണ്, പ്ലസ് ഒരു 1 കൂടി, അപ്പോൾ എത്ര 1 ആഡ് ചെയ്താൽ 100, 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര 100 ടേംസ് ഉണ്ടാവും. n ഈക്വൽ ടു 100 ആണ്, അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് 100 കിട്ടും. 100 LHS ഈക്വൽ ടു 100 എന്ന് കിട്ടും. റൈറ്റ് സൈഡ് എഫ് ഡാഷ് 0, RHS എന്ന് പറയുന്നത് 100 ഇൻറ്റു എഫ് ഡാഷ് 0 ആണ്. അപ്പൊ നമുക്ക് എഫ് ഡാഷ് 0 കൊണ്ട് നോക്കാം. എഫ് ഡാഷ് 0 RHS എന്ന് പറയുന്നത് 100 ഇൻറ്റു എഫ് ഡാഷ് 0 ആണ്. എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് എന്താ കിട്ടല്? എഫ് ഡാഷ് എക്സിൽ എക്സിന് 0 എന്ന് കൊടുക്കണം അല്ലേ? അപ്പൊ ഇതെല്ലാം 0 ആവും, ലാസ്റ്റ് 1 കിട്ടും നമുക്ക്. ഈ എക്സ് വരെയുള്ള ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട്. എല്ലാം എക്സ് ഉണ്ട്, ഇവിടുത്തെ വരെ എക്സ് ഉണ്ട്, എക്സിന് 0 കൊടുത്താൽ ഇതെല്ലാം 0, ലാസ്റ്റ് ഒരു 1 ഉണ്ട്, ആ 1 ആണ് കിട്ടുക നമുക്ക്. 0 raised to 99, 0 raised to 98 plus etc. plus 0 plus 1, that is equal to 1. അപ്പോൾ എഫ് ഡാഷ് 0 1 ആയിട്ട് മാറും. എഫ് ഡാഷ് 0 equal to 1. എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് 100 ഇൻറ്റു 1, that is 100. നേരത്തെ നമുക്ക് LHS കിട്ടിയതും 100 ആണ്, എഫ് ഡാഷ് 1ഉം 100 ആണ് കിട്ടിയത്. 100 ഇൻറ്റു എഫ് ഡാഷ് 0യും 100 ആണ്, രണ്ടും ഈക്വലായി. അപ്പോൾ വി ക്യാൻ റൈറ്റ് LHS ഈക്വൽ ടു RHS. ഇനി ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കൂ.